ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ ബാക്കി ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു കുറച്ച് ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട്. അതിൻ്റെ ബാക്കി ഫംഗ്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഫംഗ്ഷൻ പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ വേർഡ്സ് ടൈപ്പ് ചെയ്യാറുണ്ട് എക്സലിൽ. ഇപ്പോൾ ഈ വേർഡ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ ഉദാഹരണത്തിന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാ വേർഡ്സും സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സിനെ ഫുള്ള് എല്ലാ വാക്കുകളുടെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്ററുമായിട്ട് മാറ്റണം. ഈ ഒരു വരിയിൽ വരുന്ന എല്ലാ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കി സ്മോളും. അതിനാണ് നമ്മൾ പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഈക്വൽ പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമ്മൾ എൻ്റർ ചെയ്യുക. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ കാണാം എല്ലാ വേർഡ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കിയുള്ളത് സ്മോൾ ലെറ്ററും ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വേർഡ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കി മാറ്റുന്നത്. നമ്മൾ ഓട്ടോ ഫിൽ ചെയ്ത് ഡ്രാഗ് ചെയ്തപ്പോൾ ബാക്കിയുള്ള വരികളുടെയും കൂടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ പ്രോപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അപ്പർ കേസ് ആണ്. അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത് ഫുള്ള് സ്മോൾ ലെറ്ററിലാണ്. ഈ സ്മോൾ ലെറ്ററിൽ എഴുതിയതിനെ എല്ലാതിനെയും നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റാനാണ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതിനെയാണോ വേണ്ടത്, ഏത് ഭാഗത്താണോ വേണ്ടത് അവിടെ ഈക്വൽ അപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ വേർഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ആ സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത എല്ലാ വേർഡ്സും അല്ലെങ്കിൽ ആ വരി മൊത്തത്തില് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ബാക്കിയുള്ള വരിയും കൂടെ കിട്ടാൻ ആ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കറിയാം താഴോട്ട് ഡ്രാഗ് ചെയ്യുക. ഓട്ടോ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ താഴോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വരികളും കൂടെ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. അതാണ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്ററിലേക്ക് മാറ്റാനാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലുള്ള വരികളാണ്. ഈ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളതിനെ എല്ലാതിനെയും സ്മോൾ ലെറ്ററിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഈക്വൽ ലോവർ എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വേർഡിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആ ഒരു വരിയുടെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ അത് സ്മോൾ ലെറ്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ ഓട്ടോ ഫിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത വരിയും കൂടെ സ്മോൾ ലെറ്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫംഗ്ഷൻ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്, അതായത് മാക്സിമം. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് മഴ ലഭിച്ചിട്ടുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര വെച്ചിട്ടാണ് നമുക്ക് മഴ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോ എത്ര വെച്ചിട്ടാണ് നമുക്ക് മഴ ലഭിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു റിപ്പോർട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതില് ഏറ്റവും കുറവ് മഴ ലഭിച്ചിട്ടുള്ളത് ഏതാണെന്ന് നമുക്കറിയണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണോ അതാണ് നമുക്ക് കാണിച്ചു തരേണ്ടത്. ഈക്വൽ മാക്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഡാറ്റ സെലക്ട് ചെയ്യണം. ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ കാണിച്ചു തരും. 20 ഏറ്റവും കൂടുതൽ വരുന്നത്. ഇനി അതല്ല, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യാണ്, ഇത് 30 ആക്കി കഴിഞ്ഞാൽ നമ്മുടെ
സെല്ലില് മാറ്റം വരുന്നതായിട്ട് കാണാം. 30 ഏറ്റവും വലിയ വാല്യൂ. അപ്പം മാക്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് ഏറ്റവും വലിയ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷൻ. ഇനി നമ്മൾ പറയുന്നത് മിനിമം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. മിനിമം എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റയിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണോ അത് കാണിക്കാനാണ് മിനിമം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈക്വൽ MIN ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡാറ്റ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ ഏറ്റവും കുറവ് വാല്യൂ ഏതാണോ അതാണ് മിനിമം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ഫംഗ്ഷൻ. ഇനി ബാക്കി ഫംഗ്ഷനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.